പാഠത്തിൽ പഠിച്ചത് ഒന്നും കൂടി പെട്ടെന്ന് പറഞ്ഞു പോവാം കേട്ടോ. നമ്മളിതിൽ പഠിച്ചത് മുബത്തദയുടെ ഇനങ്ങളാണ് പഠിച്ചത്. ജുംലത്തുൽ ഇസ്മിയയിൽ മുബത്തദയും ഖബറും ചേർന്നാലാണ് ജുംലത്തുൽ ഇസ്മിയ ഉണ്ടാവുക. ഈ മുബത്തദയുടെ ഇനങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞത് മുബത്തദ ഇസ്മായിട്ട് വരും, ലാഹിറായിട്ടുള്ള ഇസ്മായിട്ട് വരും, അതുകൂടാതെ ലമീറായിട്ട് വരും, അതുകൂടാതെ മസ്തറുൽ മുഅവ്വലായിട്ട് വരും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് മുബത്തദ സാധാരണ മാരിഫയായിരിക്കും, നോർമലി മാരിഫയായിരിക്കും. എന്നിട്ട് ഏതൊക്കെ രീതിയിലാണ് മാരിഫയായിട്ട് വരിക എന്നാണ് പിന്നെ പഠിച്ചത്. നമ്മൾ അലമായിട്ട് വരും, അഥവാ ഒരു ഇസ്മ, ഒരാൾക്കാരുടെ പേര്. അതുപോലെ ദമീറായിട്ട് വരും, ഇസ്മുൽ ഇഷാറയായിട്ട് വരും, ഇസ്മുൻ മൗസൂലുനായിട്ട് വരും, മഹല്ലൻ ബി അൽ ചേർന്ന് വരും, പിന്നെ മുലാഫിനിലേഹി മാരിഫയായിട്ടുള്ള മുലാഫ്, അത് മുലാഫിനിലേഹി മാരിഫയാണെങ്കിൽ മുലാഫും മാരിഫയാണല്ലോ, ആ രീതിയിലും വരുമെന്ന് പറഞ്ഞു. പിന്നെ പഠിച്ചത് മുബത്തദ നക്കിറയായി വരുന്ന സന്ദർഭങ്ങൾ പഠിച്ചു. മുബത്തദ നക്കിറയായിട്ട് വരണമെങ്കിലുള്ള കണ്ടീഷനാണ് ഖബർ ഷിബുഹു ജുംല ആവുകയും, പിന്നെ എന്താ ഖബർ ഷിബുഹു ജുംല എന്ന് പറഞ്ഞാൽ ജാറുൻ മജ്റൂറുൻ, അതുപോലെ തന്നെ ലർഫുൻ, ഇത് ഷിബുഹു ജുംലയാണ്. ഖബർ ഷിബുഹു ജുംല ആവുകയും ഖബർ മുഖദ്ദമാവുകയും വരികയാണെങ്കിൽ, മുഖദ്ദം എന്ന് പറഞ്ഞാൽ വാചകത്തിൻ്റെ തുടക്കത്തിൽ ഖബർ വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ മുബത്തദ നക്കിറയായി വരാം. ഓക്കെ, അല്ലാതെ പോയിട്ട് നമ്മൾ മുബത്തദയെ നക്കിറയാക്കാൻ പറ്റൂല. തുടക്കത്തിൽ തന്നെ നക്കിറയായ മുബത്തദ ശേഷം ജാറുൻ മജ്റൂറുൻ ആ രീതിയിൽ വരില്ല. അതാണ് അടുത്തത് നമ്മൾ പഠിച്ചത്. പിന്നെ അടുത്ത് പറഞ്ഞത് നമ്മൾ എന്തായിരുന്നു, അതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ മുബത്തദ ഇസ്മുൽ ഇസ്തിഫ്ഹാം ആകുമ്പോൾ, മുബത്തദ ഇസ്മുൽ ഇസ്തിഫ്ഹാം ആകുമ്പോൾ അത് എന്തായിട്ട് ഒരു നെക്കിറയായിട്ട് വരും. കാരണം എന്താ, ഇസ്മുൽ ഇസ്തിഫ്ഹാമുകളെല്ലാം നെക്കിറയാണ്. അത് മുബത്തദയായിട്ടും വരും, ഖബറായിട്ടും വരും. ഇനി മുബത്തദയായിട്ട് വന്നാലും ഖബറായിട്ട് വന്നാലും അത് തുടക്കത്തിൽ തന്നെയാണ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്മുകൾ നെക്കിറകളാണ്. അത്തരം ഇസ്മുകൾ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ മാത്രമേ വരൂ. ഇവ മുബത്തദ ആകാം, ഖബറാകാം. മുബത്തദ ആണെങ്കിലും ഖബറാണെങ്കിലും അത് മുഖദ്ദം അത് തുടക്കത്തിൽ തന്നെ വരുള്ളൂ. അപ്പോൾ നെക്കിറയാവുന്ന സന്ദർഭങ്ങൾ രണ്ടെണ്ണം പറഞ്ഞത്. ഒന്നാമത്തേത് ഖബർ ഷിബുഹു ജുംല ആവുകയും മുഖദ്ദം ഒരു വാചകത്തിൻ്റെ തുടക്കത്തിലാണ് വരികയും ചെയ്തു കഴിഞ്ഞാൽ മുബത്തദ നക്കിറായ മുബത്തദനെ നമ്മൾ മുഅഖറാക്കാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്തെ നക്കിറയായിട്ടുള്ള മുബത്തദയാണ് ഇസ്മുൽ ഇസ്തിഫാം. ഇനി മുബത്തദേൻ്റെ ഖബറിൻ്റെ ഓർഡർ പറഞ്ഞു. എന്തായിരുന്നു, നോർമലി മുബത്തദ ഒരു വാചകത്തിൻ്റെ തുടക്കത്തിലാണ് വരികയുള്ളൂ. എന്നാൽ തിരിച്ചും വരണമെങ്കിൽ ഒന്നാമത്തേത് ഏതാ, യെസ് ഓർ നോ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഖബറിനെ നമ്മൾ എന്താ പറയുക, ഖബറിനെ എംഫസൈസ് ചെയ്ത് പറയുമ്പോഴൊക്കെ ഖബർ മുഖദ്ദമായിട്ട് വരും. സാധാരണ മുബത്തദ തുടക്കത്തിൽ വരും, ചിലപ്പോൾ ഇങ്ങനെയും വരും. പിന്നെ മുബത്തദ ഖബർ ക്വസ്റ്റ്യൻ ആകുമ്പോൾ തുടക്കത്തിലേ വരുള്ളൂ, വേറൊന്നുമില്ല. ഖബർ ക്വസ്റ്റ്യൻ വേർഡ് ഇസ്മുൽ ഇസ്തിഫാം ആകുമ്പോൾ ഖബർ, അതായത് നേരത്തെ പറഞ്ഞത് തന്നെ ഇസ്മുൽ ഇസ്തിഫാം മുബത്തദ ആയിട്ടും വരും, ഖബറായിട്ടും വരും. രണ്ടായിട്ട് വന്നാലും ഒരു വാചകത്തിൻ്റെ തുടക്കത്തിലേ അത് വരും. അത്രയേ ഉള്ളൂ കേട്ടോ അത്. പിന്നെ അത് നേരത്തെ പറഞ്ഞല്ലേ, ഖബർ ഷുഡ് പ്രൊസീഡ് മുബത്തദ ഇസ്മുൽ ഇസ്തിഫാം ആയിട്ട് വരുമ്പോൾ മുബത്തദ ഖബർ ഇസ്മുൽ ഇസ്തിഫാം ആണെങ്കിൽ ആദ്യം വരണം, അത് പറഞ്ഞത് തന്നെ. പിന്നെ മുബത്തദ ഖബറും കളയപ്പെടുന്ന സന്ദർഭങ്ങൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞില്ലേ, മസ്മുഖാൻ ചോദിച്ചാൽ ഇസ്മി ഹാമിദുൻ എന്നതിന് പകരം ഹാമിദുൻ എന്ന് മാത്രം പറയണം. നിൻ്റെ പേരെന്താ ഹാമിദുൻ എന്ന് പറയുമ്പോൾ ഇസ്മി എന്നുള്ള മുബത്തദ അവിടെ കളയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരാം. അതുപോലെ മൻ യാരിഫു, ആർക്കറിയാമെന്ന് പറയുമ്പോൾ അന ആരിഫു, എനിക്കറിയാം എന്നുള്ളതിന് പകരം അന എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഖബർ കളയപ്പെടും. അങ്ങനെയും പറഞ്ഞു കേട്ടോ. നമുക്കറിയണ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ശരി, അടുത്തത് ടൈപ്പ് ഓഫ് ഖബർ. അത് ഭയങ്കര ഈസിയാണ്, നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഖബറിൻ്റെ ഇനങ്ങൾ, ഖബർ ഒറ്റപ്പദമായിട്ട് വരും. എപ്പോഴും ഖബർ ഒറ്റപ്പദമായിട്ട് വരും, പിന്നെ ജുംലായിട്ട് വരും, ഷിബുഹു ജുംലായിട്ട് വരും. 3 രീതിയിൽ വരും. നമ്മൾ 5 ഖബർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഒറ്റപ്പദമായിട്ട് അൽ ഖലമു മക്സൂറുൻ, പിന്നെ ഹുവഫിൽ മക്തബി, ഹുവഫിൽ ഉർഫത്തി, മൂന്നാമത്തെ പാഠത്തിൽ അങ്ങ് പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ബുക്കിൻ്റെ 4ാമത്തെ പാഠത്തിലാണ്.
പിന്നെ ഷിബുഹു ജുംലയായിട്ട് വരുന്നത് വേറെ രീതിയിൽ ലർഫ് ഷിബുഹു ജുംലയായിട്ട് വരുന്നത് പഠിച്ചു. പിന്നെ ജുംലത്തുൽ ഇസ്മിയ ഖബറായിട്ട് വരുന്നത് പഠിച്ചു. ജുംലത്തുൽ ഫിഅലിയ ഖബറായിട്ട് വരുന്നത് പഠിച്ചു. അപ്പോൾ ഇത് കോമൺ ആയിട്ട് രണ്ടെണ്ണം ഉണ്ടല്ലോ. ഖബർ നമ്മൾ ആദ്യം പഠിച്ചത് മുഫ്രദ്, രണ്ടാമത്തേത് ജാറുൻ വ മജ്റൂറും പഠിച്ചു, ലർഫ് പഠിച്ചു. അപ്പോൾ അതിന് രണ്ടിനെയും നമ്മൾ ഷിബുഹു ജുംല എന്ന് പറയും. അപ്പോൾ അത് രണ്ടിനെയും കൂട്ടിയിട്ട് ഒന്നാക്കി പറഞ്ഞു. പിന്നെ ജുംലത്തുൽ ഇസ്മിയ ഖബറായിട്ട് വരും, ജുംലത്തുൽ ഫേലിയ ഖബറായിട്ട് വരും. രണ്ടിനെയും കൂടി ഒന്നാക്കിയിട്ട് ജുംല ഖബറായിട്ട് വരും എന്ന് പറയും. അങ്ങനെയാണ് ഇത് മൂന്നെന്ന് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദർ ആർ 3 types ഓഫ് ഖബർ: മുഫ്രദ്, ജുംല ആൻഡ് ഷിബുഹു ജുംല. മുഫ്രദ് ഈസ് എ വേർഡ്. മുഫ്രദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകവചനം എന്നല്ല ഉദ്ദേശിച്ചത്, ഒരു വാക്ക് എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ. നമ്മൾ മുഫ്രദിനെ അങ്ങനെ പറയാറില്ല, ഏകവചനത്തിൻ്റെ മുഫ്രദ് എന്ന് പറയില്ലേ. ഇവിടെ മുഫ്രദ് എന്ന് ഉദ്ദേശിച്ചത് ഒരു വാക്ക് ഖബറായിട്ട് വരുന്നത്. നോട്ട് എ സെൻറ്റൻസ്. അൽ കിതാബു സഹലുൻ, ദ ബുക്ക് ഈസ് ഈസി. പുസ്തകം എളുപ്പമുള്ളതാണ്. ഇവിടെ സഹലുൻ ഈസ് എ വേർഡ്, നോട്ട് എ സെൻറ്റൻസ്. ഇവിടെ സഹലുൻ എന്നുള്ളത് ഖബറാണ്, അതൊരു വാക്കാണ്, വാചകമല്ല. ഹിയർ ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് മുഫ്രദ്. മുഫ്രദിൻ്റെ മറ്റൊരു എക്സാമ്പിൾ അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിനി. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ കണ്ണാടിയാണ്. അവിടെ മിറർ ഓഫ് എ ബിലീവർ, ഇവിടെ അടിയിൽ എന്ത് ഇറ്റ് മീൻസ് ബിലീവർ മീൻ ബ്ലെമിഷസ് ഹി മേ ഹാവ് സ്പേസ്. അതിൻ്റെ ഡെഫിനിഷനാണ് അടി കൊടുത്തുള്ളത് കേട്ടോ, മിർആത്തുൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അൽ മുഅ്മിനു മുബ്തദ, മിർആത്തു ഖബർ വഹുവ മുലാഫ്, അൽ മുഅ്മിനി മുലാഫിൻ ഇലൈഹി. ഇവിടെയും എന്താണ് ഖബർ ഒറ്റ പദമായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഖബർ ഇങ്ങനെ കാണുമ്പോഴും നമ്മൾ വിചാരിക്കരുത് രണ്ട് വാക്കാണെങ്കിലും ഇത് ഒറ്റ പദമാണ്. മുലാഫിൻ ഇലൈഹി എന്നുള്ളത് ഒറ്റ വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് മിർആത്തു ഓൺലി, ഖബർ എന്ന് പറഞ്ഞാൽ മിർആത്ത് മാത്രമാണ്. ദ മുഅ്മിനി എന്നുള്ള വേർഡ് മുലാഫിൻ ഇലൈഹിയാണ് അതിൻ്റെ. സോ അത് ഖബറിൻ്റെ പാർട്ടല്ല, അത് ഒറ്റ വാക്കാണ്. സത്യവിശ്വാസിയുടെ കണ്ണാടി എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കാണ്. ഇനി ജുംല. ജുംല ഈസ് എ സെൻറ്റൻസ്. ജുംല എന്ന് പറഞ്ഞാൽ ഒരു വാചകമാണ്. അത് ജുംലത്തിൽ ഇസ്മിയ ആകാം, ഫേലിയ ആകാം. ജുംല ഖബറായിട്ട് വരുന്നതാണ് കേട്ടോ പറയുന്നത്. ബിലാലുൻ അബൂഹു വസീറുൻ. ബിലാൽ അവൻ്റെ ഉപ്പ ഒരു മിനിസ്റ്റർ ആകുന്നു. ഇവിടെ ബിലാലുൻ മുബ്തദ, അബൂഹു വസീറുൻ എന്ന ജുംലത്തുൽ ഇസ്മിയ മൊത്തം ഖബർ നമുക്കറിയാം. പിന്നെ നമ്മൾ അബൂ എന്നുള്ളത് നമ്മൾ മുബ്തദ പറയും, വഹുവ മുലാഫ്, ഹു മുലാഫിൻ ഇലൈഹി, വസീറുൻ ഖബർ. എന്നിട്ട് അൽ ജുംലത്തുൽ ഇസ്മിയ അല്ലെങ്കിൽ അൽ ജുംല ഫി മഹല്ലി റഫ്ഇൻ ഖബർ എന്ന് പറയും. അപ്പോൾ ഇവിടെ പറഞ്ഞത് ബിലാലുൻ ഈസ് എ മുബ്തദ നോമിനൽ സെൻറ്റൻസ്, അബൂഹു വസീറുൻ ഈസ് എ ഖബർ. ദിസ് സെൻറ്റൻസ് ഈസ് ടേൺ ടു മെയ്ഡ് അപ്പ് ഓഫ് എ മുബ്തദ അബു ആൻഡ് ദ ഖബർ വസീറുൻ. അപ്പോൾ അബൂഹു വസീറു എന്നുള്ള ജുംല മൊത്തം ബിലാലുൻ എന്ന മുബ്തദയുടെ ഖബറാണ്. അത്ര തന്നെ പറയുന്നുള്ളൂ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോമിനൽ സെൻറ്റൻസിന് അൽ മുദീറു മസ്മുഹു. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഹെഡ് മാസ്റ്റർ? അൽ മുദീറു മസ്മുഹു. കണ്ടോ, ഞങ്ങൾ അങ്ങനത്തെ വാചകം അധികം കണ്ടിട്ടില്ല. അൽ മുദീറു മസ്മുഹു. മുദീർ അവൻ്റെ പേരെന്താണ്? മുദീറേ എന്നല്ല കേട്ടാ, അൽ മുദീറു മസ്മുഹു. ദ മുദീർ, ദ ഹെഡ് മാസ്റ്റർ, വാട്ട് ഇസ് ഹിസ് നെയിം? വാട്ട് ദ നെയിം ഓഫ് ദ ഹെഡ് മാസ്റ്റർ എന്നും കൂടി അർത്ഥം വെക്കാം. ഇവിടെ ദ ഹെഡ് മാസ്റ്റർ വാട്ട് ഈസ് ഹിസ് നെയിം അതാണ് അതിൻ്റെ ലിറ്ററലി മീനിങ്. എങ്കിലും വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഹെഡ് മാസ്റ്റർ, മനസ്സിലായോ? ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ പേരെന്താണ്? അതാണ് കറക്റ്റ് അർത്ഥം വെക്കുന്നത്. നമ്മൾ ലിറ്ററലി മീനിങ് പറയുമ്പോൾ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നാണ്. രണ്ടും സെയിം ആണ്. ഇവിടെ മുദീർ എന്നുള്ളത് മുബ്തദയാണ്, മസ്മുഹു എന്നുള്ള സെൻറ്റൻസ് മൊത്തം ഖബറാണ്. മാ എന്നുള്ളത് ഖബർ മുഖദ്ദം, ഇസ്മു മുബ്തദ വഹുവ മുലാഫ്, ഹു മുലാഫിൻ ഇലൈഹി. മസ്മുഹു എന്നുള്ള ജുംല മൊത്തം എന്താണ്? ഖബർ. അൽ മുദീറുന്റെ ഖബർ. അടുത്ത നോക്കി, അത്തുലാബു ദഖലു, ദ സ്റ്റുഡൻസ് എൻറ്റേഡ്, വിദ്യാർത്ഥികൾ അവർ പ്രവേശിച്ചു. അത്തുലാബു മുബ്തദ, ദഖലു എന്നുള്ളത് ജുംലത്തുൽ ഫിഅലിയ മൊത്തം ഖബറാണ്. പിന്നെ നമ്മൾ ദഖലു എന്ന് പറഞ്ഞാൽ ഫിഅലുൻ മാളിൻ മബനിൻ അലൽ ദമ്മി വൽ വാവുൽ ജമാഅ ഫായിലുൻ മർഫൂഉൻ, അല്ലേ? ദമീറുൻ മുത്തസിലുൻ മബനിൻ അലൽ സുകൂനി ഫി മഹല്ലി റഫ്ഇൻ ഫായിൽ. അൽ ജുംല ഫി മഹല്ലി റഫ്ഇൻ ഖബർ. ഖബർ മുബ്തദായി. തുല്ലാബുവിൻ്റെ ഖബറാണ് ദഖലു എന്ന ജുംലത്തുൽ ഫിഅലിയ. ഇനി മറ്റൊരു എക്സാമ്പിൾ, വല്ലാഹു ഖലഖക്കും. അള്ളാഹു അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. നിങ്ങളല്ലേ? അതെ, നിങ്ങളെ സൃഷ്ടിച്ചു. ആൻഡ് അള്ളാഹ് ക്രിയേറ്റഡ് യു. ഇവിടെ അള്ളാഹു എന്നുള്ള ലഫ്ലുൽ ജലാലയാണ് മുബ്തദ. ഖലഖക്കും എന്ന വെർബൽ സെൻറ്റൻസ് ഹി ക്രിയേറ്റഡ് യു എന്നുള്ളത് ഖബറാണ്.
ഇനി ഷിബുഹ് ജുംല ഖബറായിട്ട് വരുന്നതിനാണ് ആസ് വി ഹാവ് ഓൾറെഡി സീൻ ഐദർ പ്രിപ്പോസിഷണൽ ഫ്രേസസ് ഓർ ലർഫ്. ഷിബുഹു ജുംല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ജാറൂൻ മജറൂറുൻ ആകാം, അല്ലെങ്കിൽ ലർഫ് ആകാം. അൽഹംദുലില്ലാഹി, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. പ്രൈസ് ബിലോങ്സ് ടു അള്ളാഹ്. ഹിയർ അൽഹംദു ഈസ് എ മുബ്തദ. ലില്ലാഹി ലാം പ്ലസ് ലാം ഹർഫു ജറാണ്, പ്ലസ് അള്ളാഹു ആണ് ലില്ലാഹി എന്നുള്ളത്. ജാറുൻ വ മജറൂർ ഷിബ്ഹു ജുംല ഖബർ. ഇനി അടുത്തത് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്തി. പാരഡൈസ് ലൈസ് അണ്ടർ ദ ഫീറ്റ് ഓഫ് മദേഴ്സ്. ഉമ്മമാരുടെ കാലിനടിയിലാണ് സ്വർഗം. അപ്പോൾ അൽ ജന്നത്തു മുബ്തദ, തഹ്ത എന്ന ലർഫാണ് അവിടെ ഖബർ. തഹ്ത ലർഫ് എങ്ങനെ പറയാം? ഷിബുഹു ജുംല ഖബർ മുഖദ്ദം. മുഖദ്ദം അല്ല, എന്താ മുഖദ്ദം? മുബ്തദ കഴിഞ്ഞിട്ട് ഖബർ പിന്നെ അതായത് മൊത്തം ജുംല ഇസ്മിയ ഖബറാക്കിട്ട് എടുക്കില്ലേ? അല്ല, എങ്ങനെയാ അവിടെ ജുംലത്തുൽ ഇസ്മിയായോ? അത് അവിടെ ജുംലയല്ലല്ലോ അത്, അതല്ല. എനിക്ക് ഡൗട്ട് എന്താണെന്നറിയോ? ദർഫ് ഷിബുഹ് ജുംല ഖബറാണ്, അതൊക്കെ. ശേഷം മുലാഫിൻ ഇലൈഹി വഹുവ മുലാഫ് മഹാദി മുലാഫിനിൽ, ഉമ്മമാരുടെ കാലിൻ്റെ ചുവട്ടിൽ. അങ്ങനെയാണത്. അപ്പം തഹ്ത എന്നുള്ളത് ഖബറാണ്. ഞാൻ ചോദിച്ചത് തഹ്ത നമ്മൾ ഫി മഹല്ലി ഷിബുഹ് ജുംല ഫി മഹല്ലി റഫിൻ ഖബർ എന്ന് പറയാം. സാധാരണ അത് നെസ്ബാണ് നമ്മൾ പറയാറുള്ളത്, അതുകൊണ്ടാണ് ഞാൻ കൺഫ്യൂഷൻ അടിച്ച് ചോദിച്ചത്. തഹ്ത മൻസൂബല്ലേ? തഹ്ത എന്നുള്ളത് ദർഫുൻ മൻസൂബുൻ എന്നാണ്, വഹുവ മുലാഫ് എന്നാണ് പറയുക. ഒറ്റക്ക് നിൽക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഖബറായിട്ട് വന്നതുകൊണ്ട് തഹ്ത എന്നുള്ളത് ദർഫ് ഷിബുഹ് ഖബർ പറയാം. ഇനി ദ ഷിബുഹ് ജുംല ഈസ് ഇൻ ഫാക്ട് ജുംല സെന്റൻസ് ലൈക്ക് അൽ ഖലമു തഹ്തൽ കിതാബി. ഷിബുഹ് ജുംല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫാക്ട് ഒരു ജുംലയിലാണ്. അൽ ഖലമു തഹ്തൽ കിതാബി, പേന കിതാബിൻ്റെ അടിയിലാണ്. ദ പെൻ ഈസ് അണ്ടർ ദ ബുക്ക് ഈസ് ദ ബിലീവ്ഡ് എ grammarians to be originally. Al kalamu istaqarra. The shibhu jumla is in fact a jumla. Al kalamu tahta al kitabi, the pen is under the book. Al kalamu mubtada, tahta enulladu khabar wa huwa mulaf. Al kitabi mulafin ilayhi is believed by grammarians to be originally. Al qalamu istaqarra tahta al kitab. The pen has come to remain under the book. എന്നുവെച്ചാൽ എന്താ? ദ പെൻ ഡെസ്കിൻ്റെ അടിയിൽ അങ്ങനെ അവിടെ തന്നെ ഇരിക്കുന്നു എന്നാണോ ഉദ്ദേശിച്ചത്? കംസ് വന്നുകൊണ്ടിരിക്കുന്നു. ദ ഖബർ ഈസ് ദ വെർബൽ സെൻറ്റൻസ്. തഹ്ത ഈസ്, അത് എവിടെ നിന്ന് കേട്ടേട്ടാ? അതിൽ വരുമോ നോക്കട്ടേട്ടാ. അതായത് ഈ ചില സ്കോളേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് അൽ കൽമു തഹ്തൽ കിതാബി എന്ന് പറയുമ്പോൾ നമ്മൾ തഹ്ത എന്നുള്ള ദർഫ് ഷിബുഹ് ജുംല ഖബറായിട്ടല്ലേ പറയുന്നത്. ചിലർ പറഞ്ഞിട്ടുണ്ട് അത് ജുംലത്തുൽ ഫിഅലിയാണ് ഖബറായിട്ട് വരുന്നത്, കാരണം അതിൻ്റെ ഒറിജിനൽ ഇങ്ങനെയാണെന്ന്. അൽ ഖലമു ഇസ്തഖറ തഹ്തൽ കിതാബി എന്നുള്ള. അപ്പോൾ ഇസ്തഖറ എന്നുള്ള ഒരു ഫിഅലി വെച്ചിട്ട് തുടങ്ങുന്നത് കൊണ്ട് അത് ജുംലത്തുൽ ഫിഅലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന്. അത് മറ്റൊരു ഉദാഹരണം നോക്കിയാൽ ഇമാമു ഫിൽ മസ്ജിദ്, ഇമാമ് പള്ളിയിലാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം അൽ ഇമാമു ഇസ്തഖറ ഫിൽ മസ്ജിദ്, ദ ഇമാം ഹാസ് കം ഇൻ ടു റിമൈൻ ദ മസ്ജിദ്. ഇമാമ് പള്ളിയിൽ ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ പറയില്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഇസ്തഖറ എന്നുള്ളൊരു വെർബ് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് അത് വായിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒന്നിട്ടിട്ട് റിലേറ്റീവ് പ്രോണൗൺ കൊടുത്തിട്ടുണ്ട്. സെൻറ്റൻസ് ഫോളോസ് റിലേറ്റീവ് പ്രോണൗൺസ് മൗസൂൽ നോൺ ആസ് സിലത്തുൽ മൗസൂൽ കണ്ടൻസ് പ്രോണൗൺസ്. അതെതിൻ്റെ അൽ ഔലാദ് റിലേറ്റീവ് പ്രോണൗണിൻ്റെ ഒന്ന് എവിടെ കിടക്കണം? എവിടെ കിടക്കണം? ഇവിടെ അല്ലേ, അടിയിൽ അല്ലേ. ഇസ്തഖറ ഇറ്റ് ഈസ് ഓൺലി ഗ്രാമാറ്റിക്കൽ. ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ.
ഞാനിപ്പൊ വായിച്ചതേടേ, ഞാൻ ഇതുവരെയും കണ്ടുപിടിച്ചില്ല. ഇത് മറ്റേ ടീച്ചർ തന്ന ഇതിലും ഇല്ല. അത് മറ്റേ പോയിന്റ് ഓഫ് റിമെമ്പറൻസ് ആണ്. പോയിന്റ് ഓഫ് റിമെമ്പർ എനിക്കതില്ല. ആ ടീച്ചർ ഇതിൽ ഇട്ടിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നോക്കിയിട്ട് അതല്ല. ആ അതല്ല. ഉണ്ട്, ഇന്നലെ മിനിയാന്നറ്റ ഇട്ടിട്ടുണ്ട്, ഇന്നിട്ടിട്ടില്ല, 2 ദിവസം മുമ്പ് ഇട്ടതാ. ഓക്കെ ഓക്കെ. അതില് ലാസ്റ്റ് പേജാണ് ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് പറയുക, അൽക്കലമു തഹ്തൽ കിതാബ് നമ്മൾ അർത്ഥം കൊടുക്കാറുള്ളത് പേന ബുക്കിൻ്റെ അടിയിലാണെന്നല്ലേ. ചില ആൾക്കാർ പറഞ്ഞത് എന്താ വെച്ചാൽ പേന ബുക്കിൻ്റെ അടിയിൽ തന്നെ തുടരുന്നു, അവിടെ ബുക്കിൻ്റെ അടിയിൽ അവിടെ ഉണ്ട്. അപ്പോൾ ഇസ്തഖറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസ്തഖറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കം ടു റിമൈൻ എന്ന് പറയും. അത് തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നൊക്കെ പറയില്ലേ, ഇസ്തിഖറാർ നമ്മൾ എന്തോ പഠിച്ചു പോയിട്ടുണ്ട് അവിടെ, അങ്ങനത്തെ ഒരു വാക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഇസ്തഖറ എന്നുള്ളൊരു ഫിയൽ ഇതിൻ്റെ ഇടയിൽ ഹദഫ് ചെയ്ത് പോയിട്ടുണ്ട്, അത് ജുംലത്തുൽ ഫിയലിയാണെന്നൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അൽ ഇമാമു ഫിൽ മസ്ജിദ്, ഇമാം പള്ളിയിലാണെന്ന് പറയുമ്പോൾ അൽ ഇമാം മുസ്തഖറ ഫിൽ മസ്ജിദ്, ഇമാം പള്ളിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ അത് ജുംലത്തുൽ ഫിയലിയായിട്ട് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ഖബർ ജുംലത്തുൽ ഫിയലിയായിട്ട് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പിന്നെ എന്നാൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ള ദിസ് ഈസ് ഓൺലി ഗ്രാമാറ്റിക്കൽ സപ്പോസിഷൻ വിച്ച് ഹെൽപ്പ് ഗ്രാമറിയൻസ് ടു എക്സ്പ്ലെയിൻ സെർട്ടൻ ഫിനോമിയ. അതായത് ചില ഈ സ്കോളേഴ്സിന് ചില കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ സഹായിക്കുന്ന ഒരു റൂളാണെന്നൊക്കെയാണ് ഇത് പറയണത് കേട്ടോ. എന്നിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതായത് ദ സെൻറ്റൻസ് ദാറ്റ് ഫോളോസ് റിലേറ്റീവ് പ്രോനൗൺ ഇസ് മൗസൂൽ ഈസ് നോൺ ആസ് സിലത്തുൽ മൗസൂൽ കണ്ടെയ്ൻസ് എ പ്രോനൗൺ വിച്ച് റെഫേഴ്സ് ടു റിലേറ്റീവ് പ്രോനൗൺ. അതായത് നമ്മൾ ഇതില്ലേ ഇസ്മു മൗസൂലിന് പിന്തുടരുന്ന വാചകം ഉണ്ടല്ലോ, സിലത്തുൽ മൗസൂൽ. സിലത്തുൽ മൗസൂൽ അതിൽ അതൊരു ഇതിനെ ഉൾക്കൊള്ളുന്നു എന്നാണ് പറയുന്നത്. കണ്ടോ, അൽ ഔലാദുല്ലദീ ദഖലുൽ മസ്ജിദ് അബ്നാ ഉൽ ഇമാമി, ആൺകുട്ടികൾ, ദ ബോയ് ഹൂ എൻറ്റർ ദ മസ്ജിദ് ആർ ഇമാം സൺ, പള്ളിയിൽ പ്രവേശിച്ചതായ ആൺകുട്ടികൾ ഇമാമിൻ്റെ ആൺമക്കളാണ്. അൽ ഔലാദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുബത്തദ, അല്ലദീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്മു മൗസൂൽ ഫി മഹല്ലി റഫ് ഇൻ അല്ലേ, അത് ഔലാദുൻ്റെ സിഫയായിട്ടാണ് അല്ലദീന വന്നിട്ടുള്ളത്. പിന്നെ ദഖലുൽ മസ്ജിദി മസ്ജിദി എന്നല്ല വരുന്നത്, ബുക്കിലെന്താ മസ്ജിദ, യെസ്, ഹർഫ് ജെറിയില്ല അല്ലേ, ശരി. ദഖലുൽ മസ്ജിദ, പള്ളിയിലേക്ക് അല്ലേ, ദഖലുൽ മസ്ജിദ മഫ്ഊലുൻ ബിഹിയാണ് അല്ലേ, പള്ളിയിലേക്ക് പ്രവേശിച്ചതായ. അത് മൊത്തം അവിടം വരെ നമ്മൾ എന്താ പറയുക, സിലത്തുൽ മൗസൂൽ എന്നല്ലേ പറയാ അല്ലേ, അതെ. ദഖലുൽ മസ്ജിദ, ഇവിടെ ഹിയർ ദ സെൻറ്റൻസ് ദഖലുൽ മസ്ജിദ ഈസ് സിലത്തുൽ മൗസൂൽ and the wow dakhalu refers the relative pronoun alladhina, അവർ പ്രവേശിച്ചു, അല്ലദീന. and the ആഴ്ചയില് ഇത് മാത്രമേ ഉള്ളൂ, അൽ ഇമാമു ഫിൽ മസ്ജിദ് മാത്രമേ കാണുന്നുള്ളൂ. എവിടെ ഞാൻ അയച്ചാലോ റിമെമ്പറില് അതിന്റെ അടിയിൽ അതിന്റെ താഴെയുള്ളതാണ് മോളെ, ചിലപ്പോ കാണുന്നുണ്ടാവില്ല. ഏറ്റവും അടിയിലത്തെ വായിച്ചു നോക്കിയേ, അതിൽ നിങ്ങളുടെ ബുക്കിലേ, ഞങ്ങളുടെ ബുക്കിലില്ല, ഇപ്പൊ വായിക്കണതൊന്നും ഇല്ല. ഇപ്പൊ ഞങ്ങളുടെ വരെ അടിയിലുണ്ട് കേട്ടാ, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ, 71 കേട്ടാ, 71ന്റെ അടിയിൽ നോക്ക് കേട്ടാ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ദഖലുൽ മസ്ജിദ എന്നുള്ളത് ഇവിടെ സിലത്തുൽ മൗസൂലാണ്. എന്താ വാവ് ദഖലു റെഫേഴ്സ് ദ റിലേറ്റീവ് പ്രോനൗൺ, അവർ പ്രവേശിച്ചു, അതാണ് ഇസ്മു മൗസൂലിനെ കുറിക്കുന്നത്, അല്ലദീനെ കാണിക്കുന്നത്, അവർ പ്രവേശിച്ചു എന്ന് പറയുന്നത്. അല്ലദീന അർറജുലുല്ലദീ ഫിൽ മസ്ജിദ് ഇമാമുന, ദ ഇമാം ദ മുസ്ലിം, സിലത്തുൽ മൗസൂൽ ഫിൽ മസ്ജിദ്, റജുലുല്ലദീ ഫിൽ മസ്ജിദ്, പള്ളിയിലുള്ളതായ പുരുഷൻ.
അതായത് ഇവിടെ നോക്കിയേ, ആദ്യത്തേതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ആൺകുട്ടികൾ അല്ലദീന യാതൊരു കൂട്ടർ ദഖലു അവർ പ്രവേശിച്ചു അൽ മസ്ജിദ പള്ളിയിൽ പ്രവേശിച്ചതായ, അല്ലെങ്കിൽ അവർ പള്ളിയിൽ പ്രവേശിച്ചു എന്നാണല്ലോ. പള്ളിയിൽ പ്രവേശിച്ചതായ ആൺകുട്ടികൾ. ഇവിടെ അല്ലദീന എന്നുള്ളത് എന്താണ്? ഇസ്മു മൗസൂലാണ്. ആ ഇസ്മു മൗസൂലാണ്. അപ്പോൾ അവർ പള്ളിയിൽ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ അവർ എന്നുള്ളൊരു വാക്ക് അതിലുണ്ട്, വാവുൽ ജമാ ഉണ്ട്. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ നോക്കി, അർ റജുലുല്ലദീ ഫിൽ മസ്ജിദി, പള്ളിയിൽ എന്താ പറയുക, അർ റജുലു ദ മാൻ, അല്ലദി യാതൊരുവൻ, ഫിൽ മസ്ജിദി പള്ളിയിൽ ഉള്ളതായ. അവിടെ ഉള്ളതായ എന്ന് പറയുമ്പോൾ ഇതേരത്തെ പോലത്തെ ഒരു വാവുൽ ജമാഅയോ അതിനെ കാണിക്കാൻ, അവൻ പള്ളിയിലുണ്ടെന്ന് കാണിക്കാൻ ആ സിലത്തുൽ മൗസൂൽ ഫിൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് മാത്രമല്ലേ ഉള്ളൂ. അവിടെ സില മാത്രം എടുത്ത് നോക്കിയേ, പള്ളിയിൽ. ആദ്യത്തെ സില എടുത്ത് നോക്കിയേ, പള്ളിയിൽ പ്രവേശിച്ചതായ എന്നുണ്ട്. യാതൊരു വാവുൽ ജമാ കാണിക്കുന്നുണ്ട്, ഒരു കൂട്ടർ അല്ലേ, വാവ് കാണിച്ചിട്ട് ഒരു കൂട്ടരെ കാണിക്കുന്നുണ്ട്. സില മാത്രം എടുത്ത് നോക്കുമ്പോൾ അത് ആദ്യത്തേതിൽ ജുംലത്തുൽ ഫിഅലിയാണ് സിലായിട്ട് വന്നിരിക്കുന്നത്. രണ്ടാമത്തേതിൽ ജാറുൻ മജ്റൂറുനായിട്ടാണ് സിലായിട്ട് വന്നിരിക്കുന്നത്. ആദ്യത്തേതിൽ ആരാണോ പള്ളിയിൽ പ്രവേശിച്ചത് ആ സിലയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. യാതൊരു കൂട്ടർ വാവുൽ ജമാ ഉണ്ട്. അപ്പം നമുക്കറിയാം ഒരു കൂട്ടം ചെറുപ്പക്കാർ അല്ലെ, ഒരു കൂട്ടം ആണുങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തേതിൽ ആരാണ് പള്ളിയിലുള്ളത് എന്ന് വ്യക്തമല്ല അല്ലേ. ഫിൽ മസ്ജിദിന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്, സില മാത്രം എടുത്ത് നോക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടിയിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇത് വ്യക്തമല്ലാത്തത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്ത് ഇസ്തഖറ അവിടെ സപ്ലൈ ചെയ്തു. ഇസ്തഖറ തുടരുന്നു എന്നുള്ളത്. ഇസ്തഖറ ഹാസ് സപ്ലൈഡ് ദ ളമീർ മുസ്തതിർ കണ്ടെയ്ൻസ് അല്ലദി. അപ്പോൾ ഇവിടെ എങ്ങനെയാ, അർ റജുലുല്ലദി ഇസ്തഖറ ഫിൽ മസ്ജിദി ഇമാമുന. ഇസ്തഖറ പള്ളിയിൽ തുടരുന്നതായ യാതൊരു പുരുഷൻ. ഇസ്തഖറ. അപ്പോൾ ഇവിടെ ഇസ്തഖറ എങ്ങനെ പറയാം? ഇസ്തഖറ എന്നുള്ളത് ഇസ്തഖറ ഫീലുൻ മാദിൻ മബ്നിയുൻ അലൽ ഫത്ഹി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറു ഹുവ. അല്ലദിക്ക് കാണിക്കാൻ വേണ്ടി ഒരു ഇസ്തഖറ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ പഠിക്കാൻ വരുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ വായിച്ചപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് ശരിക്കും വായിക്കാതെ പോയത്. ഇനി എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ മുബത്തദ ആൻഡ് ഖബർ. ഖബറും മുബത്തദയും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് കേട്ടോ. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളം? കരാറല്ലേ? ശരിയാണ്. മുബത്തദയും ഖബറും തമ്മിലുള്ള കരാറാണ്. അപ്പോൾ മുബത്തദ the khabar agrees with mubtada in number and gender. മുബത്തദയുടെ സെയിം നമ്പർ ആയിരിക്കണം ഖബറിന്, മുബത്തദയുടെ സെയിം ജെൻഡർ ആയിരിക്കണം ഖബറിന്. എണ്ണത്തിലും ലിംഗത്തിലും ഒരേപോലെ ആയിരിക്കണം. അവിടെ കൊടുത്തു അൽ മുദരിസു വാഖിഫുൻ, അധ്യാപകൻ നിൽക്കുന്നവനാണ്. അത്തുല്ലാബു ജാലിസൂന. കണ്ടോ, സെയിം നമ്പർ ആയിട്ട് വന്നത്. ആദ്യത്തേത് മുഫ്രദാണെങ്കിൽ രണ്ടാമത്തേത് ജം ആണ്. വിദ്യാർത്ഥികൾ ഇരിക്കുന്നവരാണ്. അസ്സായിറാനി ദാഹിബാനി ഇലൽ ഫസ്ലി. ദാഹിറാനി എന്ന് പറഞ്ഞാൽ സന്ദർശകർ അല്ലേ, സന്ദർശകനല്ല, വിസിറ്റേഴ്സ് തന്നെയല്ലേ. സാറ സന്ദർശിച്ചു, അതെ. ദാഹിബാനി ഇലൽ ഫസ്ലി, ക്ലാസ്സിലേക്ക്. ദാഹിബാനി ആനി വരുമ്പോൾ മുലാരിയ അല്ലേ, ദാഹിബാനി, അതെ. അവർ പോകുന്നവരാണ്, ക്ലാസ്സിലേക്ക് പോകുന്നവരാണ്. അവിടെ മുലാരി എന്ന് പറയണത്. മുസന്നല്ലേന്ന് ചോദിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ അസ്സായിറാനി എന്നുള്ളത് മുബത്തദ മർഫൂൻ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലിഅന്നഹു മുസന്ന. ദാഹിബാനി ഖബറുൻ മർഫൂൻ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലിഅന്നഹു മുസന്ന കേട്ടോ. അപ്പോൾ പോകുന്ന രണ്ട് പേര് അല്ല, പോകല്ലേ, വരുന്നയാ സന്ദർശിക്കുന്നവര്. അതെ. സാറ ഫിഅല് സന്ദർശിച്ചു, സായിറുൻ സന്ദർശകൻ, അതിന്റെ മുസന്ന സായിറാനി. രണ്ടും ഇസ്മുകളാണ്, ഇസ്മു ഫായിലുകളാണ്. ഇസ്മു ഫായില് മുസന്ന. മറ്റേത് ദാഹിബുൻ ദഹബ അവൻ പോയി, ദാഹിബുൻ പോകുന്നവൻ. ഇനി രണ്ട് പേര് പോകുമ്പോൾ ദാഹിബാനി മുസന്നയാണ് കേട്ടോ. അപ്പോൾ
ഇങ്ങനെ അപ്പോൾ അത് മുബത്തദൻ്റെ സെയിം നമ്പർ സെയിം ജെൻഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മുബത്തദയും ഖബറും തമ്മിൽ യോജിക്കേണ്ടത് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കരാറുകൾ എഗ്രിമെൻ്റ് എന്താ, രണ്ടും നമ്പറിലും ജെൻഡറിലും യോജിക്കണം. മറ്റേതിൽ യോജിക്കണം. മബരി മുറബ് യോജിക്കേണ്ട, ഇത് മബരിയാണെങ്കിൽ ഇതും മബരിയാണ്, അങ്ങനെ ഒന്നുമില്ല. അതുപോലെ തന്നെ എന്തായിരുന്നു, നക്കിറ മാരിഫ ഒരാവശ്യമില്ല, യോജിക്കേണ്ട ആവശ്യമില്ല. പിന്നെയാ വേറൊന്നും കൂടിയല്ലോ, ഇറാബിൽ യോജിക്കണം. ഇറാബ് പിന്നെ രണ്ടും ഇതാണല്ലോ, മർഫുവാണല്ലോ, അതിലുണ്ട്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ജെൻഡറിൻ്റെ കേസിൽ കൊടുത്ത് ഹാമിദുൻ മുഹദ്ദിസുൻ. ഹാമിദ് ഒരു എഞ്ചിനീയർ ആകുന്നു. വസൗജതുഹു തബീബത്തുൻ, അവൻ്റെ ഭാര്യ ലേഡി ഡോക്ടർ ആകുന്നു അല്ലേ. സൗജത്തു, അതുകൊണ്ട് ഖബറും സെയിം ജെൻഡറായി. വബുനുഹുമാ താജിറാനി, വബുനാഹുമ ഇബുനാനി, അവരുടെ 2 ആൺമക്കൾ കച്ചവടക്കാരാണ്. വബിൻതാഹുമാ മുദ്ദരിസത്താനി, അവരുടെ 2 പെൺമക്കൾ അധ്യാപികമാരാണ്. അത് ക്ലിയർ ആയില്ലേ, മനസ്സിലാവുണ്ടോ? അപ്പോൾ സെയിം മുബത്തദയും ഇതും ഖബറൊക്കെ സെയിം ജെൻഡർ ആയിട്ട് വന്നിരിക്കണോ. മുകളിലത്തെ സെയിം ജെൻഡർ തന്നെ, ഇവിടെയും സെയിം ജെൻഡർ സെയിം നമ്പർ കേട്ടോ. ഇനി ഓർഡർ ഓഫ് മുബത്തദ ആൻഡ് ഖബർ, മുബത്തദൻ്റെ ഖബറിൻ്റെ ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്, ആ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അള്ളാഹു ഗഫൂറുൻ, അള്ളാഹു ഗഫൂറാണ്. ഇവിടെ മുബത്തദ എന്താ പറഞ്ഞത്, എന്താ കൊടുത്തുള്ള ഇവിടെ മാരിഫ നക്കിറ. ഇത് മുബത്തദ ഡെഫിനിറ്റീവ് ഇൻഡെഫിനിറ്റീവ്. ഇവിടെ മുബത്തദ നക്കിറയാണോ മാരിഫയാണോ? ഇവിടെ മുബത്തദ മാരിഫ. മുഖദ്ദമാണോ മുഅഖറാണോ? ഇനി കൊടുത്തുള്ളത് ഇനി അതിന്റെ സബബു തഖ്ദീം, മുഖദ്ദമാവാനുള്ള കാരണം എന്താ? അത് അല്ലാഹു പ്രോപ്പർ നൗൺ ആയിട്ട് അല്ലേച്ചു വന്നു. നോർമൽ ഓർഡർ അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോർമൽ ഓർഡർ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. സാധാരണ ഒരു ഓർഡർ അങ്ങനെ തന്നെ. മുബത്തദ എപ്പോഴും മിക്കവാറും മുഖദ്ദമായിട്ടാണ് വരുന്നത്, മുഅഖറല്ല വരുന്നത്. അടുത്തത് അജീബുൻ കലാമുഹു. ഒരു മിനിറ്റ്, ഷബിന ഇത് നമ്മുടെ ബുക്കിലില്ലല്ലോ. ഷബിന നമ്മുടെ ബുക്കിലുണ്ട്, 51ാമത്തെ പേജ് ടേബിൾ ഉണ്ട്. അജീബുൻ കലാമുഹു, അവൻ്റെ വാക്ക് അജീബാണ്, അത്ഭുതകരമാണ് അല്ലെങ്കിൽ വിചിത്രമാണെന്നൊക്കെ പറയാം. ഇവിടെ മുബത്തദ നക്കിറയാണോ മാരിഫയാണോ? ഇവിടെ മുബത്തദ ഇതല്ലേ, എന്താ പറയാ, മാരിഫ അല്ലേ. അജീബ് മുബത്തദ നക്കിറയാണോ മാരിഫയാണോ എന്നാണ് ചോദിച്ചത്. അത് മാരിഫയാണ്. കലാമുഹു എന്ന് പറയുമ്പോൾ ദമീർ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ദമീർ മാരിഫയാണ്, അതുകൊണ്ട് മാരിഫയാണ്. പിന്നെ ചോദിച്ചത് മുബത്തദ മുഖദ്ദമാണോ മുഅഖറാണോ? മുഅഖറാണ് അല്ലേ. മുബത്തദ മുഅഖറാണ്. കാരണം എന്താ? ദിസ് ഈസ് ഓപ്ഷണൽ. ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അങ്ങനെ ആക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. കലാമുഹു അത് ആ വാചകത്തിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അവൻ്റെ വാക്ക് അത്ഭുതകരം തന്നെയാണെന്നുള്ളൊരു എംഫസൈസിന് വേണ്ടിയിട്ട് അങ്ങനെ ഖബർ മുഖദ്ദമാക്കാനായിട്ട് പറ്റും. അടുത്തത് ഇൻദക സയ്യാറത്തുൻ, എൻ്റെ കയ്യിൽ അല്ല നിൻ്റെ കയ്യിലൊരു എന്തുണ്ട്, സയ്യാറത്തുനുണ്ട് അല്ല കാറുണ്ട് അല്ലേ, എൻ്റെ കയ്യിലൊരു കാറുണ്ട്. ഇവിടെ മുബത്തദ എന്താണ്? അല്ലല്ല, നക്കിറയാണോ മാരിഫയാണോ? നക്കിറയാണ്. തെൻവീൻ സയ്യാറത്തുനല്ലേ മുബത്തദ. സയ്യാറത്തിനാണ് ഇതിൽ മുബത്തദ. എന്താന്നുള്ള ലർഫ് ശിബു ജുംല ഖബർ മുഖദ്ദം അല്ലേ. അപ്പോ സയ്യാറത്ത് എന്നുള്ളത് നക്കിറയാണ്. സയ്യാറത്ത് ഇവിടെ മുബത്തദ നക്കിറയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി മുബത്തദ മുഅഖറാണോ മുഖദ്ദമാണോ? വന്നിട്ടുണ്ട്, മുഅഖറാണ് കേട്ടോ. റീസൺ എന്താ? സബബു തഅഖീർ. തഅഖീറിന്റെ സബബ് എന്താ?
ഇന്തൊക്കെ വന്നിട്ടുണ്ട് ഫസ്റ്റ്. എന്താ അത്? ഖബർ മുഖത്തം വന്ന കാരണം ആ അതിന്റെ മുബത്തദ റീസൺ ഇവിടെ മുഅഖർ. എഴുതിയിട്ടുണ്ട്. മുബത്തദ ആ നക്കിറയും അതുകൂടാതെ ഖബർ ഷിബ്ഹു ജുംല ആയതുകൊണ്ട് കേട്ടാ. മുബത്തദ ആ നക്കിറയും ഖബർ ഷിബ്ഹു ജുംല ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു വരും, നമ്മൾ പഠിച്ച്. അടുത്തത് അഫില്ലാഹി ഷക്കുൻ. അഫില്ലാഹി ഷക്കുൻ കറക്റ്റ് അല്ലേ? അഫില്ലാഹി ഷക്കുൻ, അള്ളാഹുവിൽ നിനക്ക് സംശയമുണ്ടോ അല്ലേ? അഫില്ലാഹി ഷക്കുൻ. ഇവിടെ മുബത്തദ നക്കിറയാണോ മാരിഫയാണോ? നക്കീറ. നക്കിറയാണ്. നക്കിറയാണ്. ഇത് മുഖദ്ദമാണോ മുഅഖറാണോ? മുഅഖർ. സബബു തഅഖീർ, മുഅഖറിന്റെ റീസൺ. ഖബർ മുഖത്തമായി വന്ന് ജാർ മജ്റൂറായി വന്ന് അതിന് ശേഷം നക്കീറായിട്ടുള്ള മുബത്തദായി. നക്കിറായിട്ടുള്ള മുബത്തദ അതുകൂടാതെ ഖബർ ഷിബ്ഹു ജുംല ആയിട്ട് വന്നു. അടുത്തത് മൻ ഗായിബുൻ, ആരാണ് ആബ്സെന്റ്? ഇവിടെ മുബത്തദ നക്കിറയാണോ മാരിഫയാണോ? നക്കിറയാണ്. മന്നാണ് മുബത്തദ, നക്കിറയാണ്. ശരി. ഇനി മുഅഖറാണോ മുഖദ്ദമാണോ? മുഖദ്ദമാണ്. സാധാരണ പോലെ മുഖദ്ദമാണ്. സബബു തഖ്ദീം അത് ഇസ്തിഫാമിയ നക്കീറയാണ്. മുബത്തദ നക്കീറായിട്ടാണ്. ഷബിന പറഞ്ഞത് കേട്ടില്ല തോന്നുന്നു ടീച്ചർ. ഇവിടെ റീസൺ എന്തായിരുന്നു? മുബത്തദ ഇവിടെ ഇസ്മുൽ ഇസ്തിഫാം നക്കീറയാണ്. ആയതുകൊണ്ട്. മൻ അൻത, ഇവിടെ മുബത്തദ മുഖദ്ദമാണോ മുഅഖർ അല്ല നക്കിറയാണോ മാരിഫയാണോ? മാരിഫയാണ്. മുഖദ്ദമാണോ മുഅഖറാണോ? മുഅഖറാണ്. സബബു തഅഖീർ ഖബർ മുഖദ്ദമായി വന്ന് ഖബർ അതിന്റെ ഇസ്മുൽ ഇസ്തിഫാം ആയതുകൊണ്ട് ഖബർ ഇസ്മുൽ ഇസ്തിഫാം ആയതിന് ഖബർ മുന്നിൽ വരണം. അൻത മൻകൂലല്ലോ. അടുത്തത് വ അൻ തസൂമു ഖൈറുൽ ലക്കും, നോമ്പെടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇവിടെ തസൂമു ഖൈറുൽ ലക്കും, ഇവിടെ മുബത്തദ നക്കിറയാണോ മാരിഫയാണോ? ഇവിടെ മാരിഫയാണ്. നമ്മളെങ്ങനെ മനസ്സിലാക്കുക മാരിഫയാണെന്ന്? അന്ത സൂമു എന്നുള്ള മസ്തർ മുഅവ്വലല്ലേ? അപ്പൊ നക്കിറയാണോ മാരിഫയാണെന്ന് മനസ്സിലാക്കുക. കാരണം അത് ഫേലാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ തസൂമു എന്ന് പറയാല് സിയാമുക്കും എന്നാണ് അതിന്റെ മസ്തർ സ്വരീഹ്. സിയാമുക്കും എന്നുള്ളത് നക്കിറയാണ്, അതുകൊണ്ട് ഇതും നക്കിറയാണ് നമ്മൾ മനസ്സിലാക്കണം കേട്ടാ. ഇനി ഇത് മുഖദ്ദമാണോ മുഅഖറാണോ? മുഖദ്ദമാണ്. തുടക്കത്തിൽ തന്നെ വന്നില്ലേ മുഖദ്ദം, ഖദ്ദം മുന്തിച്ച് വന്നത്. ഓക്കെ. ഇനി പറഞ്ഞ സബബു തഖ്ദീം സാധാരണ ഓർഡർ, നോർമൽ ഓർഡർ ആണ് കേട്ടാ. നോർമൽ ഇങ്ങനെ തന്നെയാണ് വരിക. അത് ഒന്ന് ശരിയാക്കാണ്ട് കേട്ടോ, ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. ഈ പാഠം ഇമ്പോർട്ടന്റ് പാഠമാണ് കേട്ടോ, മറ്റുള്ള പാഠങ്ങൾ പോലെയല്ല. അപ്പൊ ഇത് മോളെ 8ാമത്തെ ബുക്കുണ്ടോ? ഉണ്ടോ? ഞാൻ പറയട്ടെ, ഒന്ന് കട്ട് ചെയ്ത് പറഞ്ഞുതരാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.